കുറൂരമ്മയോട് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ഭഗവാന്, അതെല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള അമ്മമാരോടും അത്രയും ഇഷ്ടം തന്നെയായിരിക്കും. അങ്ങനെ ഒരു അനുഭവം, ഗംഭീര അനുഭവം, നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു അനുഭവം കേട്ടോ. കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ശ്രീ. ഞാൻ കലയാണ്, എറണാകുളത്ത് നിന്നാണ്. എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ത്രിമധുരത്തിൽ ശ്രീ വായിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എഴുതുന്നേ ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിൽ എൻ്റെ വലിയച്ഛൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരു മഹാത്ഭുതമാണ്. 75 വയസ്സിനടുത്ത് പ്രായമുള്ള വല്യമ്മയും വല്യച്ഛൻ്റെ ഭാര്യ, 2 ആൺമക്കളും അവരുടെ കുടുംബവും കൂടി വൈകിട്ട് ദീപാരാധനയും പിറ്റേന്ന് വെളുപ്പിന് നിർമാല്യവും തൊഴാനുള്ള ഉദ്ദേശത്തോടെ ഗുരുവായൂർക്ക് പോയി. എറണാകുളം ജില്ലയിലെ പറവൂരാണ് അവരുടെ വീട്. ആ ദിവസം ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എല്ലാവരും ക്യൂവിൽ നിന്നെങ്കിലും വലിയമ്മയ്ക്ക് വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി. കുറച്ച് വിശ്രമിച്ചാൽ ശരിയാകുമെന്ന് പറഞ്ഞ് മൂത്ത മകൻ റൂമിൽ കൊണ്ടുപോയി. മക്കളെല്ലാവരും ദീപാരാധന തൊഴുത് റൂമിലെത്തി. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നിർമാല്യം തൊഴാൻ ക്യൂ നിൽക്കാൻ പോകണമല്ലോ. പക്ഷേ അപ്പോഴും വലിയമ്മയുടെ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല. എല്ലാവരും വല്ലാത്ത വിഷമത്തിലായി. ഗുരുവായൂരിൽ പോകാമെന്ന് പ്ലാനിങ് തുടങ്ങുമ്പോഴേ വലിയമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്. വളരെയധികം ശുദ്ധിയോടെയായിരിക്കും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ ഒന്ന് അമ്പലത്തിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥ ആയല്ലോ ഭഗവാനെ എന്നായി എല്ലാവരുടെയും വിഷമം. ഒറ്റയ്ക്ക് റൂമിലാക്കിയിട്ട് പോകാനും നിവൃത്തിയില്ല. ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വലിയമ്മ കൂടെ ഇറങ്ങി. അന്നൊക്കെ ക്യൂവിൽ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ക്യൂവിൽ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കും വിധത്തിൽ അമ്മയെ മക്കൾ ഓഡിറ്റോറിയത്തിൽ ഒരു കസേരയിൽ ഇരുത്തി. ഇടയ്ക്ക് സെക്യൂരിറ്റിയോട് അനുവാദം പോയി ചായ വാങ്ങിയൊക്കെ കൊടുക്കുകയും ചെയ്തു. അവരൊക്കെ തൊഴുത് തിരിച്ചു വരുന്നത് വരെ അവിടെ തന്നെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. അവരെയെല്ലാം അകത്തേക്ക് കയറ്റുമ്പോൾ പോലും തിരിഞ്ഞു നോക്കി അമ്മ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും ശ്രീകോവിൽ നടയിലെത്തി. അപ്പോൾ മക്കൾ കാണുന്ന അത്ഭുതം എന്താണെന്നോ, VIP നിന്ന് തൊഴുകുന്നിടത്ത് ഒരു കുഴപ്പമില്ലാതെ അവരുടെ അമ്മ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് അമ്മ എങ്ങനെ ഉള്ളിലെത്തിയെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി വന്ന്, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അകത്ത് കയറി തൊഴുന്നില്ലേ എന്ന് ചോദിച്ചു. വയ്യ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ നടയിലെത്തിയെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല. എന്താ കഥ എന്ന് പിന്നീട് മനസ്സിലായിട്ടില്ല. ചുരുക്കി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അല്പം നീണ്ടുപോയെന്നറിയാം. വലിയമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. മക്കൾക്ക് ഇതൊക്കെ വളരെ വിലപ്പെട്ട ഓർമ്മകളാണല്ലോ. ഗുരുവായൂരപ്പൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നല്ല ഓർമ്മകൾ, നല്ല ഗംഭീരായിട്ടുള്ള ഓർമ്മകൾ. മനസ്സിന് സന്തോഷമല്ല, എന്താ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഉണ്ണി അമ്മയെ പിടിച്ച് കൊണ്ടുപോകുന്നൊരു സീന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കുറൂരമ്മയോട് അമ്മമാരോട് അത്രയും ഇഷ്ടമാണ് ഭഗവാൻ, ഒരു സംശയമില്ല. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.